പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈനസൈറ്റീസ് കൊണ്ടോ മൈഗ്രെയിൻ കൊണ്ടോ ഒക്കെ വരുന്ന തലവേദനകളുണ്ട്. അവിടെ ഒന്നുകിൽ ശിരോവസ്തി വേണം, അതല്ലെങ്കിൽ ശിരോധാര വേണം. ഇത് രണ്ടു ചെയ്താലും അടുത്ത 7 ദിവസം അല്ലെങ്കിൽ അടുത്ത എത്ര ദിവസമാണോ ചെയ്തത് അത്രയും ദിവസം അതിൻ്റെ നല്ലരിക്ക എന്ന പേരിൽ ചെയ്യുന്ന ശിരോപിജു എന്ന് പറയും. തൈലം തുണിയിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കി ശിരസിലിടും. അങ്ങനെ 7 ദിവസം ചെയ്യും. വാതരോഗത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി. വസ്തി പലതരത്തിലുണ്ട്. ക്ഷീരം കൊണ്ട് ചെയ്യുന്നതുണ്ട്, ഗോമൂത്രം കൊണ്ട് ചെയ്യുന്നുണ്ട്, കഷായ വസ്തികൾ. പക്ഷേ ഇതിന് സാമാന്യ രീതിയിൽ ഇന്ന് ഉള്ളത് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിനെ യോഗവസ്തി എന്ന് പറയും. ഇത് 5 തൈലം കൊണ്ടും 3 കഷായം കൊണ്ടും ചെയ്യുന്ന വസ്തിയെ യോഗവസ്തി എന്നാണ് പറയുക. അപ്പോൾ ആ യോഗവസ്തി ക്രമം ഈ കാലത്ത് കർക്കിടക മാസ കാലങ്ങളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന ചികിത്സകൾ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചെയ്താൽ നല്ലത്, ഇത്രയേ ഉള്ളൂ. അതായത് സ്നേഹപാനം ചെയ്യാം, ഛർദ്ദിപ്പിക്കാം, വിയർപ്പിക്കാം, വയറിളക്കാം, വസ്തിയിലേക്ക് കിടക്കാം. പക്ഷേ ഇന്നത്തെ സമയക്കുറവ് കൊണ്ടും ആരോഗ്യ സംരക്ഷണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതി ഉള്ളത് കൊണ്ടും വസ്തി മാത്രമായിട്ട് ചെയ്യാനും നന്ന്. ഇത് ഈ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ധാരാളം വസ്തികൾ, രാജയാപനം വസ്തി മുതലായ വസ്തികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മാത്രമായിട്ട് വരുന്ന ആൾക്കാരുമുണ്ട് ഈ കർക്കിടക മാസത്തിൽ. കേവലം ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പലരും തെറ്റിദ്ധരിക്കുകയാണ്. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുക. ഒരു ദിവസം ഒന്ന് സ്നേഹപാനം ചെയ്യുക, ഒരു ദിവസം വേർപ്പിക്കുക, ഒരു ദിവസം ഛർദ്ദിപ്പിക്കുക, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ തെറ്റായ ധാരണകളാണ്. ഈ 5 കർമ്മങ്ങളിൽ ഏതാണോ ആ രോഗിക്ക് അനുയോജ്യമായത് അത് ചെയ്യുക. അത് അതിൻ്റെ പൂർണ്ണ സമയമെടുത്ത് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുമില്ലാതെ കണ്ട് ഇപ്പോൾ നസ്യം മാത്രമായിട്ട് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഒരു 7 ദിവസം മാക്സിമം പാടുള്ളൂ. അത് ചിലപ്പം 5 ദിവസം ചെയ്യാം, 3 ദിവസം ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചികിത്സകളുടെ കൂട്ടത്തിൽ തന്നെ അത് ചെയ്യാറുണ്ട്. ഇത് മാത്രമായിട്ട് ചെയ്യാം. ഇപ്പോൾ സൈനസിൽ ഇങ്ങനെ കഫക്കെട്ടൊക്കെ ധാരാളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നസ്യം മാത്രമായിട്ട് ചെയ്ത ആളെ പറഞ്ഞയക്കാം. നസ്യം ചെയ്യുമ്പോൾ കുളിക്കാൻ പാടില്ല, തല നനയ്ക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നസ്യം ആയി. ഞാൻ വസ്തിയുടെ കാര്യം പറഞ്ഞു. ഈ നസ്യത്തിനോട് കൂടിയിട്ട് ധൂമപാനം എന്ന് പറയും. പുകവലിയല്ല, ഈ പുക അതിങ്ങനെ വായിലേക്ക് ഇങ്ങനെ ശ്വസിപ്പിച്ചിട്ട് മൂക്കിൽ കൂടെ വിടുക, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ ശ്വസിപ്പിച്ചിട്ട് വായിൽ കൂടെ വിടുക. ഇങ്ങനെ പലതരത്തിലും പതിവുണ്ട്. അത് ധൂമപാനം എന്നുള്ളത് മൂക്കിൽ കൂടെ വലിക്കുകയാണ്. സാധാരണ സിഗരറ്റോ വീഡിയോ വലിക്കുന്ന പോലെയുള്ളതല്ല, മൂക്കിൽ കൂടെ വലിച്ച് പതുക്കെ വിടുക. അപ്പോൾ എന്താ വെച്ചാൽ ആ ഭാഗത്തുണ്ടാകുന്ന കഫസ്രവണത്തെയൊക്കെ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. നസ്യം ചെയ്തു കഴിഞ്ഞാൽ കഫം ഇളകും. ആ കഫം ഇളകി പോകണമെങ്കിൽ ധൂമപാനം വേണം. ഇനി ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണിൻ്റെ ചികിത്സകളായിട്ടുള്ള തർപ്പണം, പുടഭാഗം, ഇങ്ങനെയുള്ള ചികിത്സകളുണ്ട്. കണ്ണിൽ മരുന്ന് നിർത്തുന്നതിനെയാണ് തർപ്പണം എന്ന് പറയുക. ഇപ്പോൾ ജീവന്ത്യാധിഹൃതം, തൈഫലഹൃതം, ഇങ്ങനെയുള്ളത് കണ്ണിൽ ഒരു മാവ് കൊണ്ട്, ഉഴുന്ന് മാവ് കൊണ്ട് തടം കെട്ടിയിട്ട് അതിൽ 10, 12, 15 മിനിറ്റ് മാക്സിമം നിർത്തും. കണ്ണിനൊക്കെ കുളിർമ നൽകാനും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നതാണ്. ഇതും സാധാരണ രീതിയിൽ കർക്കിടക മാസമായിട്ട് ചെയ്യുന്നത് വളരെ ഔചിത്യമാണ്. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ടെങ്കിൽ അതിന് കാലം നോക്കാറില്ല. അപ്പോൾ നല്ല വേനൽക്കാലത്തും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ രോഗത്തിൻ്റെ കാഠിന്യം നോക്കിയിട്ടാണ്. എല്ലാ കൊല്ലവും ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യാൻ വരുന്ന ധാരാളം പേര്, മലയാളികളല്ലാത്തവർ പോലും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞും കൊണ്ട് വന്ന് ചികിത്സിച്ച് കേരളത്തിൽ എത്രയോ ദിക്കുകളിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം നോക്കിയാൽ കാണാം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുന്ന ധാരാളം പേരെ കാണാം. അവർ ഈ പഞ്ചകർമ്മം പറഞ്ഞ ഒരു വിവരം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത പലരും വന്ന് നമ്മൾ അവരുമായിട്ടൊന്ന് കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് ഇങ്ങനെയാണല്ലേ ചെയ്യുക, ഞങ്ങൾ ധരിച്ചത് ഈ 5 ഒന്നിച്ച് ചെയ്യും, അതിനാണ് വരണേ എന്ന് വിചാരിക്കും. പിന്നെ ബോഡി ശുദ്ധീകരിക്കാൻ എന്നും പറഞ്ഞു വരുന്ന വിഭാഗം ആൾക്കാരുണ്ട്. ഈ ശുദ്ധീകരിക്കൽ മോൾഭാഗത്ത് നസ്യരൂപേണ ശുദ്ധീകരിക്കണം.
വായിൽ കൂടെ ഛർദി രൂപത്തിൽ വേണം, അധോഭാഗത്ത് വിരേചനപ്രകാരം വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്വേദിപ്പിക്കുക, നല്ല അഭ്യംഗം ചെയ്യും. ചില ആൾക്കാർക്ക് അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. രണ്ട് തെറാപ്പിസ്റ്റുകൾ അപ്പുറയും ഇപ്പുറയും നിന്നും കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പഴയ കാലത്ത് 4 പേര് ചെയ്തിരുന്നു. അതിന് കാരണം പണ്ട് പാത്തി നിലത്ത് ഇടും, എന്നിട്ട് 2 സൈഡിൽ ഈ 2 പേര്, അപ്പോൾ അങ്ങനെ 4 പേര് വേണം, ചൂടാക്കാൻ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ 5 പേര് വേണം. വളരെ കുറേ കാലങ്ങളായിട്ട് ടേബിളിന്മേൽ പാത്തിയിട്ട് രോഗിയെ അതിലേക്ക് കയറ്റി ഇരുത്തും. അതിനൊക്കെ സംവിധാനമുണ്ട്. പിന്നെ ഒന്നുള്ളത് പിഴിച്ചിൽ എന്ന് പറയുന്നത് തുണി മുക്കി ചൂടാക്കിയ തൈലത്തിൽ തുണി മുക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിഴിയും, വലത്ത് കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തലോടും. ഈ രീതിയിൽ ചെയ്യുന്നതാണ് സാക്ഷാൽ പിഴിച്ചിൽ എന്ന് പറയുന്നത്. അതിനൊക്കെ ചില കാലം കൊണ്ടുള്ള ഭേദം ഉണ്ടായിട്ടുണ്ട്. കാരണം ലേബർ കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ചില രീതിയിൽ അത് ദോഷമൊന്നുമില്ല, ശാസ്ത്രീയത ഇല്ലായുമില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്യും. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ രോഗിനെ കിടന്നു കൊടുക്കുകയുണ്ട്. പക്ഷേ അതിനൊരു സ്പർശമുണ്ട്, ഒരു സ്നേഹസ്പർശമുണ്ട്, അത് കിട്ടില്ല. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ തുണി കൊണ്ട് പിഴിഞ്ഞ് അതിങ്ങനെ തലോടുക. പിന്നെ കിണ്ടി കൊണ്ട് ചെയ്യുന്ന രീതിയുണ്ട്, അതും തെറ്റൊന്നുമില്ല. ചെറിയ കിണ്ടികൾ വെച്ചിട്ട് അതിൻ്റെ മുരലിൽ കൂടെ വീഴുന്നു, കൈ കൊണ്ട് ഇടയ്ക്കൊന്ന് തലോടുന്നു. അതും പിഴിച്ചിലിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. ധാര എന്നും വേണമെങ്കിൽ അതിനെ പറയാം. ഇത്തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് വളരെയേറെ പ്രയോജനമാണ്. ആഹാരത്തിലും അത് ശ്രദ്ധിക്കണം, മനസ്സിന് ശാന്തത കൊടുക്കണം. ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിലുള്ള യോഗ പരിശീലനങ്ങൾ ഒട്ടും തെറ്റില്ല, ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.